ഇന്റലിജൻസിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നോട്ടയാണ്. അത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കി എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് അതിന്റെ പേരിൽ ബന്ധപ്പെട്ടവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി വ്യാജ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോട്ടോകളൊക്കെ തന്നെ അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടും ആണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതുവരെ അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് വളരെ വളരെ തരംതാണ ശബരിമലയിലെ സ്വർണ്ണക്കേസിലെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ സന്ദർശിച്ചുമായിട്ട് ബന്ധപ്പെട്ട് UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി നടത്തിയ വെളിപ്പെടുത്തലുകൾ അത്യന്തം ഗൗരവമുള്ള കാര്യമാണ്. രാജ്യത്തെ അതീവ സുരക്ഷാ വലയത്തിലുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളായ സോണിയാഗാന്ധിയെ കാണാൻ ഒരു ക്രിമിനൽ കേസ് പ്രതിക്ക് ആരാണ് അവസരം ഒരുക്കി കൊടുത്തതെന്ന് എനിക്കറിയില്ലെന്ന് അടൂർ പ്രകാശിന്റെ നിലപാട് തികച്ചും ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് മറുപടി പറയാനുള്ള ബാധ്യത സോണിയാഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന KC വേണുഗോപാൽ അറിയാതെ ഇത്തരമൊരു കൂടിക്കാഴ്ച നടക്കുമോ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ലഭിക്കാതിരുന്ന കൂടിക്കാഴ്ച അവസരം മോദിയെ പോലുള്ള ഒരാൾക്ക് പത്രവും ലഭിച്ചു എന്നത് നിസ്സാരമായി കാണാൻ വേണ്ടി കഴിയും. ആരാണ് അപ്പോയിന്റ്മെന്റ് എടുത്തു നൽകിയെന്ന് മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നടക്കമുള്ള വിചിത്രമായ മറുപടിയാണ് UDF കൺവീനർ നൽകുന്നത്. 2019 മാത്രം പരിചയപ്പെട്ട സോണിയാഗാന്ധിയുടെ വസതിയിൽ പോയി എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാവുന്നതല്ല. മാധ്യമങ്ങളുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത് കുറ്റബോധം കൊണ്ടാണ്. ശബരിമല സ്വർണ്ണക്കേസിലെ പ്രതിയുമായി ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബന്ധം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് സ്വർണ്ണക്കേസിലെ ഒന്നാം പ്രതിയോടൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചു. KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം N സുബ്രഹ്മണ്യനെതിരെ പോലീസ് ഇതിന് കേസെടുത്തിട്ടു. സർക്കാരിന് എന്തെങ്കിലും മറച്ചുവെക്കുവാനുണ്ടെങ്കിൽ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്ന് UDF ചിന്തിക്കണം. ശബരിമലയുടെ സത്യം വിജയിക്കും. പിന്നെ വളരെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കുറ്റം ചെയ്തവർ അത് നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനിടയിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയും അതിന്റെ ഗൗരവമില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് UDF ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. UDF-ന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യ സമിതി അംഗം കോൺഗ്രസ് അറിയാതെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു വ്യാജ പോസ്റ്റ് തയ്യാറാക്കില്ല. അത് തരംതാണതും കേരള രാഷ്ട്രീയത്തിനൊട്ട് യോജിക്കാത്ത കാര്യമായി എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.